ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മൾ ഇവിടെ വായിച്ചത് ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യമാണ്. അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. മറ്റവൻ അങ്ങനെയല്ല. തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. യേശു കർത്താവിൻ്റെ വാക്കുകളാണ് നാം ഇവിടെ വായിച്ചത്. യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും. കർത്താവ് അവിടെ ഒരു ഉപമയിലൂടെ തൻ്റെ ശിഷ്യന്മാരോട് പ്രാർത്ഥിക്കുന്ന രണ്ടുപേരെ കാണിച്ചു കൊടുത്തിട്ട് അവരുടെ മനോഭാവം, അവരുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകൾ എങ്ങനെയുള്ളതെന്ന് കർത്താവ് ഇവിടെ ഒന്ന് വിലയിരുത്തുകയാണ്. താരതമ്യപ്പെടുത്തി രണ്ടുപേരുടെയും വാക്കുകളെ ഇവിടെ പറഞ്ഞുകൊണ്ട് എങ്ങനെ നാം പ്രാർത്ഥിക്കണം, എങ്ങനെയായിരിക്കണം നമ്മുടെ മനോഭാവം, ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസാക്ഷി നമുക്കുണ്ടോ, നാം പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് പറയുന്നത്, നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മെ തന്നെയാണോ നാം ഉയർത്തുന്നത്, അതോ നമ്മുടെ ജീവിതത്തിൻ്റെ കുറവുകളെ നാം ഏറ്റുപറയുകയാണോ ചെയ്യുന്നത്? ഇവിടെ രണ്ടു പേരെക്കുറിച്ചാണ് യേശു കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ആ 18-ാം അധ്യായം അതിൻ്റെ 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ യേശു കർത്താവ് പറഞ്ഞിരിക്കുന്ന ഉപമയാണ്. തങ്ങൾ നീതിമാന്മാർ എന്നുറച്ച് മറ്റുള്ളവരെ ധിക്കരിക്കുന്ന ചിലരെക്കുറിച്ച് അവൻ ഒരു ഉപമ പറഞ്ഞത്. യേശു കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? തങ്ങൾ നീതിമാന്മാർ എന്നുറച്ച് മറ്റുള്ളവരെ ധിക്കരിക്കുന്ന അല്ലെങ്കിൽ കുറ്റം പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് അവിടെ പറയാണ്. 2 മനുഷ്യർ പ്രാർത്ഥിപ്പാൻ ദൈവാലയത്തിൽ പോയി. ഒരുത്തൻ പരീശൻ, മറ്റവൻ ചുങ്കക്കാരൻ. അവർ പുറത്തു നിന്നൊന്നുമല്ല പ്രാർത്ഥിച്ചത്, അവർ വീട്ടിലിരുന്നുമല്ല പ്രാർത്ഥിച്ചത്, അവർ ദൈവാലയത്തിൽ ദൈവം വസിക്കുന്ന ഇടത്ത് പോയി അവർ പ്രാർത്ഥിച്ച കാര്യമാണ് ഇവിടെ പറയുന്നത്. ഒരുത്തൻ പരീശനാണ്, മറ്റവൻ ചുങ്കക്കാരനാണ്. പരീശൻ്റെ പ്രാർത്ഥന ഇപ്രകാരമാണ്. അവൻ പറയുകയാണ്, അവൻ തന്നോട് തന്നെ അവൻ പറയുന്നത്, അവൻ്റെ മനസ്സിനകത്തെ കാര്യങ്ങളെല്ലാം അവൻ തുറന്നു പറയുകയാണ്. ഇങ്ങനെ പറയുന്നു, ദൈവമേ, ദൈവത്തോടാണ് പറയുന്നത്, മറ്റു മനുഷ്യരോട് ആരോടുമല്ല പറയണത്. അവിടെ പറയുന്നു, ദൈവമേ, പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലായ്കയാൽ നിന്നെ വാഴ്ത്തുന്നു. എന്നിട്ട് പറയുകയാണ്, ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, നേടുന്നതിലൊക്കെയും പതാരം കൊടുത്തു വരുന്നു എന്നിങ്ങനെ പ്രാർത്ഥിച്ചു. അവൻ ചെയ്യുന്ന കാര്യങ്ങൾ, അവൻ്റെ ജീവിതത്തിൽ അവൻ ഉപവസിക്കുന്നത്, അവൻ വിളിച്ചു പറയുകയാണ് അവിടെ നിന്നുകൊണ്ട്. ഞാൻ ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപവസിക്കുന്നുണ്ട്, 2 വട്ടം ഉപവസിക്കുന്നുണ്ട്, ഞാൻ കൊടുക്കുന്നുണ്ട്, ഞാൻ പതാരം കൊടുക്കുന്നുണ്ട്, ഞാൻ ദശാംശം കൊടുക്കുന്നുണ്ട്, ഞാൻ മറ്റുള്ളവരെ സഹായിക്കുന്നുണ്ട്. ഇതൊക്കെ മറ്റുള്ളവർ കേൾക്കുവാൻ വേണ്ടി അവൻ വിളിച്ചു പറയുകയാണ്. എന്നാൽ ദൈവം അവിടെ പറയണം, അവൻ പ്രാർത്ഥിക്കുക. അവൻ പ്രാർത്ഥിക്കുമ്പോൾ അവൻ പറയേണ്ടത് എന്താണ്? അവൻ്റെ പാപം അവൻ ഏറ്റുപറയേണ്ട സ്ഥാനത്ത് അവൻ പറയാണ്, ഈ മറ്റുള്ളവരെ പോലെ. അവിടെ വേറൊരു മനുഷ്യനും പ്രാർത്ഥിക്കുന്നുണ്ട്, ഒരു ചുങ്കക്കാരൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അവൻ റോമൻ ഗവൺമെൻറ്റിന് വേണ്ടി ചുങ്കം പിരിക്കുന്നവനാണ്. അവൻ മറ്റുള്ളവരുടെ നിന്ന് പൈസ വാങ്ങി ഗവൺമെൻറ്റിന് കൊടുക്കുന്നവനാണ്. എന്നാൽ ഈ പരീശൻ പറയാണ്, എൻ്റെ കൂടെ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ആ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലായ്കയാൽ നിന്നെ വാഴ്ത്തുന്നു. യേശു കർത്താവിനെ വാഴ്ത്തി സ്തുതിച്ചൊക്കെയാണ് പറയുന്നത്. പക്ഷേ അവൻ്റെ മനസ്സെന്താണെന്ന് നാം ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. അവൻ എന്തുവാ അവിടെ ഉയർത്തുന്നത്? അവൻ തന്നെ തന്നെയാണ് അവിടെ ഉയർത്തുന്നത്. അവൻ തൻ്റെ ജീവിതത്തിൽ അവൻ ചെയ്യുന്നത് അവനവിടെ വിളിച്ചു പറയുകയാണ് ചെയ്യുന്നത്. അവൻ പറയുന്നു, ഈ നീതികെട്ടവരെ പോലെയോ ഈ വ്യഭിചാരികളെ പോലെയോ പിടിച്ചുപറിക്കാരെ പോലെയോ ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ
പോലെയോ ഞാൻ അല്ലായികയാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, നാം ദൈവസന്നിധിയിൽ അടുത്തു വന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സ് എങ്ങനെയായിരിക്കണം? നമ്മുടെ മനസ്സ് മനസ്സായിരിക്കണം. നാം ചിന്തിക്കുന്നതും നാം നിരൂപിക്കുന്നതും നാം പ്രവർത്തിക്കുന്നതും നാം കൊടുക്കുന്നതും നമ്മെ ഉള്ളതുപോലെ അറിയുന്ന ഒരു ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നാം വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നതെന്നുള്ള ബോധ്യത്തോടെയാണ് നാം പ്രാർത്ഥിക്കുന്നതെങ്കിൽ നാം ഇങ്ങനെ പ്രാർത്ഥിക്കത്തില്ല. നമ്മുടെ മനസ്സ് തകർക്കപ്പെട്ടതായിരിക്കും, നമ്മുടെ മനസ്സ് നുറുക്കപ്പെട്ടതായിരിക്കും, നമ്മുടെ മനസ്സ് ഏകാഗ്രതയുള്ളതായിരിക്കും. ദൈവസന്നിധിയിൽ നാം നമ്മെ തന്നെ താഴ്ത്തുന്നവരായിരിക്കും. നാം 51 സങ്കീർത്തനത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ദാവീദ് അവിടെ പാപം ചെയ്തു എന്ന് തനിക്ക് മനസ്സിലായപ്പോൾ താൻ ദൈവസന്നിധിയിൽ തന്നെ താഴ്ത്തുന്ന ഒരു വാക്യമുണ്ട്. നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. 51 സങ്കീർത്തനം അതിൻ്റെ 3 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു, എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുൻപിലിരിക്കുന്നു. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. സംസാരിക്കുമ്പോൾ നീ നീതിമാനായും വിധിക്കുമ്പോൾ നിർമ്മലനായും ഇരിക്കേണ്ടതിന് തന്നെ. എന്നിട്ട് ഒന്നുകൂടെ പറയാണ്: അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്, അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ദൈവത്തോട് പറയാ, കർത്താവേ, നിർമ്മലമായ ഹൃദയം എനിക്ക് വേണം. എൻ്റെ പാപം എൻ്റെ മുൻപിലിരിക്കുകയാണ്. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ദൈവം നമ്മുടെ ഹൃദയത്തെ ദൂരത്ത് നിന്ന് അറിയുന്ന ദൈവമാണ്. ആമേൻ. സങ്കീർത്തനക്കാരൻ ദാവീദ് തന്നെ 139 സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്: വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്നൊന്ന് നോക്കിയിട്ട് ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണേ കർത്താവേ. ദൈവത്തിൻ്റെ ജനമേ, നമ്മുടെ ഹൃദയം ദൈവം കാണുന്നു, ഹൃദയം അറിയുന്നു. നമ്മുടെ നിരൂപണങ്ങൾ ദൂരത്ത് നിന്നറിയുന്നു, നമ്മുടെ ചിന്ത അറിയുന്നു, നമ്മുടെ പ്രവൃത്തി അറിയുന്നു. ആ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നാം കടന്നു ചെന്ന് പ്രാർത്ഥിക്കുന്നു എന്നുള്ള ബോധ്യത്തോടെ നാം പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഈ പരീശനെ പോലെ നാം പ്രാർത്ഥിക്കത്തില്ല. ചുങ്കക്കാരൻ അവിടെ എന്തോ പ്രാർത്ഥിക്കുന്നത്? ചുങ്കക്കാരൻ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്. ചുങ്കക്കാരൻ പറയാണ്, ദൂരത്ത് നിന്നുകൊണ്ട് അവനറിയാം അവൻ പാവിയാണെന്ന് അവനറിയാം. അവൻ ചുങ്കം പിരിക്കുന്നവനാണ്, മനുഷ്യരോട് അധികം പൈസ വാങ്ങിക്കുന്നവനാണ്, ഗവൺമെൻറ്റിൻ്റെ അധികാരത്തിലിരിക്കുന്നവനാണ്. അവൻ ചെയ്യുന്ന പാപം അവന് മനസ്സിലായപ്പോൾ അവൻ അധികം വാങ്ങിക്കുന്നുണ്ടെന്ന് എൻ്റെ ഹൃദയത്തിലൊരു ചിന്ത വരുമ്പോൾ അവൻ പറയുന്നത് ഇങ്ങനെയാണ്: ചുങ്കക്കാരനോ ദൂരത്തു നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതെ, അവന് സ്വർഗത്തേക്കോ അവൻ ദൈവമുഖത്തേക്കോ നോക്കുവാൻ അവന് മനസ്സിനകത്ത് ഭാരമേറിയിട്ട് അവൻ മാറത്തടിക്കുകയാണ്, അവൻ നിലവിളിക്കുകയാണ്, അവൻ തൻ്റെ കുറ്റം ഏറ്റുപറയുകയാണ്. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ദൈവസന്നിധിയിൽ നാം വേദനയോടെ നമ്മുടെ കുറവുകളെ ഏറ്റുപറഞ്ഞാൽ, ദൈവസന്നിധിയിൽ നാം നമ്മെ തന്നെ താഴ്ത്തി വിനയപ്പെട്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ള അവസ്ഥ പറഞ്ഞാൽ ദൈവം നമ്മെ നീതീകരിക്കും, ദൈവം നമ്മെ വിടുവിക്കും, ദൈവം നമ്മെ കഴുകും, നമ്മെ ശുദ്ധീകരിക്കും. ദൈവസന്നിധിയിൽ നാം നമ്മുടെ ഉള്ള അവസ്ഥ പറയണം. മറച്ചു വയ്ക്കുന്നത് മുഴുവനും കർത്താവിന് നന്നായി അറിയാം. കർത്താവ് ഹൃദയത്തെ ശോധന ചെയ്യുന്ന ദൈവമാണ്. ഇവിടെ ഹല്ലേലൂയ, ആ മനുഷ്യൻ അവൻ പറയാണ്, ദൈവമേ പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു. ഒന്ന് ചിന്തിച്ച് നോക്കിക്കുക. അവൻ്റെ ഉള്ള അവസ്ഥ ദൈവത്തോട് പറഞ്ഞു. അവൻ ഉള്ള അവസ്ഥ തുറന്നു പറയുമ്പോൾ നമ്മുടെ ദൈവം കേട്ടിട്ട് നമ്മോട് മനസ്സലിയുവാൻ ഇടയായി തീരും. അപ്പോഴാണ് ഇത് രണ്ടും കേട്ടിട്ട് ദൈവത്തിൻ്റെ മനസ്സിൽ നിന്ന് ദൈവം പറഞ്ഞ വാക്കുകൾ ചിന്തിച്ച് നോക്കിക്കേ. അങ്ങനെ പറയുകയാണ്: അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. മറ്റവൻ അങ്ങനെയല്ല. നീതീകരിക്കപ്പെട്ടത് ആരാണെന്നറിയാമോ? ചുങ്കക്കാരൻ. അവൻ പാപം ഏറ്റുപറഞ്ഞപ്പോൾ, അവൻ ദൈവസന്നിധിയിൽ അവൻ്റെ അവസ്ഥ തുറന്നു പറഞ്ഞപ്പോൾ അവൻ നീതീകരിക്കപ്പെടുവാനിടയായി തീർന്നു. ദൈവം നമ്മെ നീതീകരിക്കും. നാം ഏറ്റുപറയുമ്പോൾ, നമ്മുടെ അവസ്ഥ ഉള്ളതുപോലെ പറയുമ്പോൾ കർത്താവ് ആമേൻ നമ്മോട് ക്ഷമിച്ച്, നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്തു തരുന്ന ദൈവമാണ്. അവിടെ പറയാണ്, നാം ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ 15-ാം വാക്യത്തിൽ പറയുന്നു: യേശു കർത്താവിനെ പരിഹസിച്ച
ആ പരീശന്മാരോട് യേശു കർത്താവ് പറയുന്ന ഒരു കാര്യമാണ്. അവൻ അവരോട് പറഞ്ഞത്, നിങ്ങൾ നിങ്ങളെ തന്നെ മനുഷ്യരുടെ മുൻപാകെ നീതീകരിക്കുന്നവരാകുന്നു. ദൈവമോ നിങ്ങളുടെ ഹൃദയം അറിയുന്നു. മനുഷ്യരുടെ ഇടയിൽ ഉന്നതമായത് ദൈവത്തിൻ്റെ മുൻപാകെ അറപ്പത്രേ. ദൈവത്തിൻ്റെ മുൻപാകെ നാം പറയുന്നത് മുഴുവൻ ദൈവം അറിയുന്നുണ്ട്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒന്നും മറവല്ല. ഇവിടെ യേശു കർത്താവ് പറയാണ്, മനുഷ്യരുടെ ഇടയിൽ ഉന്നതമായത്, മനുഷ്യർ നല്ലതെന്ന് പറയുന്നത്, മനുഷ്യർ അത് കൊള്ളാമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മുൻപാകെ അറപ്പാണെന്ന് ദൈവം പറയാണ്. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ദൈവ സന്നിധിയിൽ നാം നമ്മെ താഴ്ത്തിയില്ലെങ്കിൽ, നാം നമ്മെ തന്നെ വിനയപ്പെടുത്തിയില്ലെങ്കിൽ നാം തകർന്നു പോകും. അല്ലെങ്കിൽ നാം ദൈവസന്നിധിയിൽ നിന്ന് മാറ്റപ്പെടുവാനിടയായി തീരും. കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ദൈവസന്നിധിയിൽ നാം എപ്രകാരം ആയിത്തീരുന്നുവോ, കർത്താവ് നോക്കുന്നത് ഹൃദയത്തെയാണ്. മനുഷ്യർ പുറമെയുള്ളത് കാണുമ്പോൾ ദൈവമോ നമ്മുടെ ഹൃദയത്തെ അറിയുന്ന ദൈവമാണ്. ചുങ്കക്കാരൻ മാറത്തടിച്ചു, അവൻ പ്രാർത്ഥിച്ചു, അവൻ്റെ കാര്യം ഏറ്റുപറഞ്ഞു. കർത്താവെ, ഞാൻ പാപിയാണെന്ന് അവൻ ഏറ്റുപറയുവാനിടയായി തീർന്നു. നാം യാക്കോബിൻ്റെ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്. യാക്കോബ് അപ്പോസ്തലൻ അവിടെ പറയുകയാണ്, 4-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യത്തിൽ പറയുന്നു, എന്നാൽ ദൈവം അവൻ അധികം കൃപ നൽകുന്നു. അതുകൊണ്ട് ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ഇതെല്ലാം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് എന്തെല്ലാം പുറത്തു വരുന്നോ അത് ദൈവം കണ്ടിട്ട് ദൈവം നമ്മെ എങ്ങനെ വിധിക്കുന്നു, കർത്താവ് നമ്മെ ഉയർത്തുകയാണോ കർത്താവ് നമ്മെ താഴ്ത്തുകയാണോ ചെയ്യുന്നത്. ഇങ്ങനെ യാക്കോബ് അപ്പോസ്തലൻ പറയാണ്, കർത്താവിൻ്റെ സന്നിധിയിൽ താഴുവീൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. കർത്താവിൻ്റെ സന്നിധിയിൽ ആര് താഴുവാൻ തയ്യാറാകുന്നുവോ, പാപങ്ങളെ ഏറ്റുപറയുവാൻ തയ്യാറാകുന്നുവോ, ദൈവത്തിൻ്റെ മുൻപിൽ നമ്മുടെ ഹൃദയത്തെ താഴ്ത്തുവാൻ തയ്യാറായാൽ ദൈവം നമ്മെ ഉയർത്തുവാനിടയായി തീരും. വിശ്വസ്തയോടെ സ്ഥിരതയോടെ നാം പ്രാർത്ഥിക്കുമ്പോൾ അത് നീതിയോടെ കണക്കിടുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ മനോഭാവമാണ് ദൈവം അറിയുന്നത്. നമ്മുടെ ഹൃദയത്തെ ഈ ലോകത്തിലെ ഒരു വ്യക്തികൾക്കും അറിയത്തില്ല. നമ്മുടെ കൂടെ താമസിക്കുന്നവർക്കറിയത്തില്ല, കൂടെ കിടക്കുന്നവർക്കറിയത്തില്ല. എന്നാൽ നമ്മുടെ ഹൃദയത്തെ ദൂരത്ത് നിന്ന് അറിയുന്ന, നമ്മെ സൃഷ്ടിച്ച, നമ്മെ മെനഞ്ഞ ഒരു ദൈവത്തിന് നന്നായി അറിയാം. ഈ പരീശൻ പറഞ്ഞതുപോലെയല്ല, ചുങ്കക്കാരൻ പറഞ്ഞതുപോലെ മാറത്തടിച്ചുകൊണ്ട്, കർത്താവെ, ഞാൻ പാപിയാണ്, ദൈവസന്നിധിയിൽ എൻ്റെ കുറ്റം ഞാൻ ഏറ്റുപറയുന്നു, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, ദൈവം നമ്മോട് ക്ഷമിച്ച് നമ്മെ ഉയർത്തുന്ന ദൈവമാണ്, നമ്മെ നീതീകരിക്കുന്ന ദൈവമാണ്. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, നാം പ്രാർത്ഥിക്കുവാൻ ദൈവസന്നിധിയിൽ അടുത്തു വരുമ്പോൾ ദൈവത്തോടും മനുഷ്യനോടും കുറ്റമില്ലാത്ത മനസാക്ഷി നമുക്കുണ്ടായിരിക്കണം. കർത്താവ് അതാണ് പറയുന്നത്. നമ്മുടെ ചിന്തയും നമ്മുടെ നിരൂപണവും നമ്മുടെ പ്രവൃത്തിയും കാണുന്ന ഒരു ദൈവം. നാം പ്രാർത്ഥിക്കുന്നത് എന്തോ ആണ്, പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിനോടാണ് നാം സംസാരിക്കുന്നുള്ള ബോധ്യത്തോടെ നാം പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഹല്ലേലൂയ, ദൈവം നമ്മെ കഴുകി നമ്മെ ശുദ്ധീകരിച്ച് നമ്മുടെ കുറവുകളെ നാം ഏറ്റുപറയുമ്പോൾ അവൻ നമ്മോട് നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം അവൻ വിശ്വസ്തനും നീതിമാനുമായ ദൈവമാണ്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഒന്നുകൂടെ നമുക്ക് താഴ്ത്താം. ആ ചുങ്കക്കാരൻ പറഞ്ഞ പോലെ, കർത്താവെ, ഞാൻ പാപിയാണ്, നിൻ്റെ അടുക്കലേക്ക് വരുവാൻ എനിക്ക് യോഗ്യതയില്ല. എന്നാൽ കർത്താവെ, നീ ക്ഷമിക്കുന്ന ദൈവമാ, നീ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയുമുള്ള ദൈവമാ. ആ കർത്താവ് നമ്മോട് ക്ഷമിക്കും. ആ കർത്താവിൻ്റെ അരികിലേക്ക് നമുക്ക് ഒന്നുകൂടെ നമ്മുടെ ഉള്ള ഹൃദയത്തോടെ നമുക്ക് ചെല്ലാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ അവൻ നമ്മെ പണിയുന്ന ദൈവമാണ്. പണിഞ്ഞ് മാനപാത്രമാക്കി
അനേകർക്ക് ഉപയോഗപ്പെടുന്ന പാത്രമാക്കി ദൈവം നമ്മെ ഉപയോഗിക്കുവാൻ ഇടയായിത്തീരും. ദൈവം നമ്മെ ഉയർത്തുവാൻ ഇടയായിത്തീരും. അതിനായിട്ട് ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയനായ നല്ല പിതാവേ, കേൾപ്പിച്ച അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി സ്തോത്രം. ഈ വചനം കേൾക്കുന്ന മക്കളെ കർത്താവ് അനുഗ്രഹിക്കണമേ. അവരുടെ ഹൃദയങ്ങളെ അറിയുന്ന ദൈവമേ, അവരോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുനാമം ഉയരണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. സകല യേശുപ്പച്ചൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ.